ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക്, നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ബൈബിൾ ക്വിസ് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 11 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും വചനം പഠിക്കുവാനായിട്ട് കാരണമായി തീരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: മഗ്ദലനക്കാരത്തി മറിയ യേശുവിനെ ആദ്യം ആരെന്നാണ് കരുതിയത്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ശിഷ്യൻ, ഓപ്ഷൻ ബി കാവൽക്കാരൻ, ഓപ്ഷൻ സി തോട്ടക്കാരൻ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മഗ്ദലനക്കാരത്തി മറിയ യേശുവിനെ ആദ്യം ആരെന്നാണ് കരുതിയത്? ഓപ്ഷൻ എ ശിഷ്യൻ, ഓപ്ഷൻ ബി കാവൽക്കാരൻ, ഓപ്ഷൻ സി തോട്ടക്കാരൻ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ലാസറിനെ ഉയർപ്പിച്ച ശേഷം യേശു പോയ പട്ടണം ഏതാണ്? ഓപ്ഷൻ എ ഗലീല, ഓപ്ഷൻ ബി എഫ്രയീം, ഓപ്ഷൻ സി യെരിഹോ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ലാസറിനെ ഉയർപ്പിച്ച ശേഷം യേശു പോയ പട്ടണം ഏതാണ്? ഓപ്ഷൻ എ ഗലീല, ഓപ്ഷൻ ബി എഫ്രയീം, ഓപ്ഷൻ സി യെരിഹോ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ പരീശന്മാർ, ഓപ്ഷൻ ബി യവനന്മാർ, ഓപ്ഷൻ സി ശാസ്ത്രിമാർ. ചോദ്യം ഒന്നുകൂടി പറയാം. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ പരീശന്മാർ, ഓപ്ഷൻ ബി യവനന്മാർ, ഓപ്ഷൻ സി ശാസ്ത്രിമാർ. നാലാമത്തെ ചോദ്യം ഇതാണ്: യേശുവിൻ്റെ കല്ലറയ്ക്കൽ ആദ്യം ഓടിയെത്തിയ ശിഷ്യൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശുവിൻ്റെ കല്ലറയ്ക്കൽ ആദ്യം ഓടിയെത്തിയ ശിഷ്യൻ ആരാണ്? അഞ്ചാമത്തെ ചോദ്യം: 2 പേര് യേശുവിനോട് പറഞ്ഞ ഒരേ കാര്യം എന്താണ്? പറഞ്ഞവർ ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. 2 പേര് യേശുവിനോട് പറഞ്ഞ ഒരേ കാര്യം എന്താണ്? പറഞ്ഞവർ ആരാണ്? ആറാമത്തെ ചോദ്യം: പ്രാർത്ഥിക്കുമ്പോൾ യേശു യൂദയെപ്പറ്റി പറഞ്ഞ പദം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. പ്രാർത്ഥിക്കുമ്പോൾ യേശു യൂദയെപ്പറ്റി പറഞ്ഞ പദം ഏതാണ്? ഏഴാമത്തെ ചോദ്യം: ജനത്തിനു വേണ്ടി ഒരാൾ മരിക്കണമെന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞത് ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ജനത്തിനു വേണ്ടി ഒരാൾ മരിക്കണമെന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞത് ആരാണ്? എട്ടാമത്തെ ചോദ്യം: യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കുവാനായി പോകുമ്പോൾ എന്തെല്ലാം മുന്നൊരുക്കത്തോടെയാണ് പോയത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കുവാനായി പോകുമ്പോൾ എന്തെല്ലാം മുന്നൊരുക്കത്തോടെയാണ് പോയത്? ഒൻപതാമത്തെ ചോദ്യം: മഹാപുരോഹിതന്റെ മുൻപിൽ യേശു സംസാരിക്കുമ്പോൾ ആരാണ് യേശുവിനെ അടിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. മഹാപുരോഹിതന്റെ മുൻപിൽ യേശു സംസാരിക്കുമ്പോൾ ആരാണ് യേശുവിനെ അടിച്ചത്? പത്താമത്തെ ചോദ്യം: തറവാടുകളിലും ജന്മി കുടുംബങ്ങളിലും വസ്തുവകകൾ മേൽനോട്ടം വഹിക്കുന്ന ഒരാളിൻ്റെ പേരിൽ യേശു ഒരാളെപ്പറ്റി പറയുന്നുണ്ട്. ആരെ പറ്റിയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. തറവാടുകളിലും ജന്മി കുടുംബങ്ങളിലും വസ്തുവകകൾ മേൽനോട്ടം വഹിക്കുന്ന ഒരാളിൻ്റെ പേരിൽ യേശു ഒരാളെപ്പറ്റി പറയുന്നുണ്ട്. ആരെ പറ്റിയാണ്? ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ചോദ്യം പറഞ്ഞപ്പോൾ അല്പം സ്പീഡായി പോയെന്ന് തോന്നുന്നു. എല്ലാവർക്കും എങ്കിലും ചോദ്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചോദ്യം ഒന്ന് കേൾക്കുക. വേഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: യേശുവിനെ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി സ്നാപ യോഹന്നാൻ. യോഹന്നാൻ 1:29. രണ്ടാമത്തെ ചോദ്യം: രാജഭൃത്യന്റെ മകൻ സുഖം പ്രാപിച്ച സമയം ഏതാണ്? ഓപ്ഷൻ ബി 7-ാം മണി. യോഹന്നാൻ 4:52. മൂന്നാമത്തെ ചോദ്യം: യേശു തൻ്റെ ആടുകളെ എങ്ങനെയാണ് വിളിക്കുന്നത്? യോഹന്നാൻ 10:3 കാണാം, പേരുപേരായി. നാലാമത്തെ ചോദ്യം ഇതാണ്: യേശുവിനെ കണ്ട ശേഷം അന്ത്രയോസ് ആദ്യം കണ്ടത് ആരെയാണ്? ഉത്തരം ഇതാണ്. ശീമോൻ പത്രോസിനെ. യോഹന്നാൻ 1:40-41 വാക്യങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: രക്ഷ എവിടെ നിന്ന് വരുന്നു? ഉത്തരം ഇതാണ്. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നതെന്ന് യോഹന്നാൻ 4:22 കാണാം. ആറാമത്തെ ചോദ്യം: യേശുവിൻ്റെ ആഹാരം എന്താണ്?
ഉത്തരം ഇതാണ്. യോഹന്നാൻ 4:34 കാണാം യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അതായത് യേശുവിൻ്റെ ആഹാരം അവനെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് പ്രവൃത്തി തികയ്ക്കുന്നതാണ്. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു, യേശുവിനെ കുറിച്ച് എഴുതിയത് ആരാണ്? ഉത്തരം ഇതാണ്, മോശ. യോഹന്നാൻ 5:46. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, മനുഷ്യർക്ക് എപ്പോഴും ഉള്ളതും യേശുവിന് ഇതുവരെ വരാത്തതും എന്താണ്? ഉത്തരം ഇതാണ്. യോഹന്നാൻ 7:6 കാണാം യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമയം തന്നെ. അപ്പോൾ ഉത്തരം വരുന്നത് സമയമാണ്. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു, യഹൂദന്മാർ തമ്മിലെടുത്ത തീരുമാനം എന്താണ്? ഉത്തരം ഇതാണ്. യോഹന്നാൻ 9:22 കാണാം, അവന് ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞുത്തിരുന്നു. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു, ബെഥേസ്ദ കുളത്തിനരികെ ഏതെല്ലാം വിധ രോഗികൾ ഉണ്ടായിരുന്നു? ഉത്തരം ഇതാണ്. യോഹന്നാൻ 5:3 കാണാം, അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ഇത്രയുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. എല്ലാവർക്കും ചോദ്യവും ഉത്തരവും ഒക്കെ മനസ്സിലായെന്ന് കരുതുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് ആരൊക്കെയാണ് ഉത്തരം അയച്ചതെന്ന് നോക്കാം. പേര് വായിക്കാൻ പറ്റുന്നവരുടെയൊക്കെ പേര് വായിക്കാം. സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ ആനി എസ് മാത്യു, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ഗീതു വി ടി, സിസ്റ്റർ ലിസ സുമോത്ത്, സിസ്റ്റർ സാറാമ കുര്യാക്കോസ്, സിസ്റ്റർ ഡാലി ജയൻ. എങ്ങനെയാണ് ഉത്തരം അയക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം അയക്കേണ്ടത് നമ്മൾ ചോദ്യം ചോദിക്കുന്ന വീഡിയോയ്ക്ക് താഴെ തന്നെയാണ്. ആദ്യമായിട്ടാണ് ബൈബിൾ ക്വിസിൽ ചേരുന്നത്. ഒത്തിരി തെറ്റുകളുണ്ട്, എന്നാലും സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല, പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ജുവാന തോമസ്, സിസ്റ്റർ ഡൈജി ബിനു, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ അജിത സാജൻ, സിസ്റ്റർ ജലജ, സിസ്റ്റർ ആൻസി ജോൺ, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ സൂസൻ ഫിലിപ്പ്, ബ്രദർ പ്യാരി അജി, സിസ്റ്റർ ലിസി വിൻസെൻ്റ്, സിസ്റ്റർ സാലി ജോസഫ്. ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ട്, രാവിലെയും വൈകുന്നേരം മാത്രം വേദപുസ്തകം വായിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തെല്ലാം ബൈബിൾ വായിക്കുന്നു. അതിന് മുഖാന്തരമായത് ഈ ബൈബിൾ ക്വിസാണ്. കൂടുതൽ സമയം തിരുവചനം പഠിക്കുവാനും വായിക്കുന്നതിനും ഒക്കെ സഹായകമായി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ദൈവം ആൻറ്റിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ മറ്റ് ബൈബിൾ ക്വിസിന് താഴെ പോയിട്ട് ഉത്തരം അയക്കരുത്. നമ്മുടെ ചോദ്യത്തിൻ്റെ അതേ സെയിം ബൈബിൾ ക്വിസിന് താഴെ തന്നെ ഉത്തരം അയക്കുക. സിസ്റ്റർ സാറാമ ഡേവിഡ്, സിസ്റ്റർ ആനിസ് കറിയ, സിസ്റ്റർ ഷിമ കോവളം, സിസ്റ്റർ ബിൻസി ജേക്കബ്. ഒരുപാട് പേര് വളരെ ഉത്സാഹത്തോടെ ഇപ്രാവശ്യം പങ്കെടുത്തു. സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ റനീസാം. ബെത്സൈദിൽ കുളമില്ലല്ലോ, ബെത്സൈദ കുളം യെരുശലേമിലല്ലേ, ബെത്സൈദ ഗലീലയിലല്ലേ? തീർച്ചയായിട്ടും ബെത്സൈദ കുളം യെരുശലേമിൽ തന്നെയാണ്. അതിൽ നിന്നായിരുന്നു ചോദ്യം ചോദിച്ചത്. സിസ്റ്റർ റീന, സിസ്റ്റർ മോളി ജേക്കബ്. ഇതുപോലെ മലയാളത്തിൽ പേരൊന്ന് എഴുതിയിടുവാണെങ്കിൽ പെട്ടെന്ന് വായിക്കാൻ എളുപ്പമായിരുന്നു. സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ ഷീബ ജോഡി, സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ ആൻസി ബിജു, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ ലിസി സണ്ണി. ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് ശരി ഉത്തരം അയച്ച് വിജയികളായതെന്ന് നോക്കാം. സിസ്റ്റർ ബീന ബോസ്,
സിസ്റ്റർ ആനി മാത്യു, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, സിസ്റ്റർ ലിസ സുമോ, സിസ്റ്റർ റോസലമ്മ ജയവല്ലി, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ആശ എ, സിസ്റ്റർ ഡൈജി ബിനു, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ അനിത സജിത്, സിസ്റ്റർ ജയ സാമുവൽ, സിസ്റ്റർ നാൻസി, സിസ്റ്റർ ആൻസി ജോൺ തോമസ്, സിസ്റ്റർ സുനിത ഷാജി, ബ്രദർ പ്യാരി അജി, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ സുജ കുര്യൻ, സിസ്റ്റർ ജിമ്മി മാത്യു, സിസ്റ്റർ അനു ജോസ്, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ സൂസൻ ഫിലിപ്പ്, സിസ്റ്റർ ആൻസി ബിജു, സിസ്റ്റർ റെജി മോർ, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ അഞ്ജുമി, ബ്രദർ മാത്യു മില്ലൻ, സിസ്റ്റർ ബീനാമി, സിസ്റ്റർ സാറാമ ജോസഫ്, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ റേനി സാം, സിസ്റ്റർ ശശിക, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ ഷിമ കൂവളം, സിസ്റ്റർ റോസമ്മ കുര്യാക്കോസ്, സിസ്റ്റർ സാറാമ ഡേവിഡ്. ഇത്രയും പേരാണ് വിജയികൾ. വേഗത്തിൽ തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.